ഞങ്ങൾ അമ്മയും മക്കളൊക്കെ റെഡി ആയിട്ട് ഇന്നൊരു സ്ഥലത്തേക്ക് പോകണം കേട്ടോ. 3 മാസത്തിന് ശേഷമാണ് പോണത്. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് അത് എവിടെയാണെന്ന് കാണാം. ഓക്കെ, മഴയുണ്ട്, കോട്ടും സാധനങ്ങളൊന്നും എടുക്കണമൊന്നുമില്ല. എന്തായാലും 3 ആളും കൂടെ കോട്ടിട്ട് വണ്ടി മിരിക്കാന്നാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം അല്ലേ. അപ്പോൾ ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ്. സ്ഥലത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടാ. നമുക്ക് അവിടെ പോയിട്ട് കാണിച്ചു കൊടുത്താൽ മതി ഏതാ സ്ഥലം എന്നുള്ളത്, ടൈം. അപ്പോൾ നമ്മൾ നമ്മുടെ വാഹനം എടുത്തിട്ടുണ്ട്, പേടകം. ഇതാണ് കേട്ടോ എൻ്റെ പേടകം. എൻ്റെ കൂടെ 12 വർഷമായിട്ടുള്ള ഒരാളാണിത്. അപ്പോൾ ഇയാളാണ് നമ്മുടെ താരം. അയ്യോ, ഓട്ടോറിക്ഷ വരുന്നുണ്ട്. പോലീസ് ചെക്കിങ്ങിൽ വിട്ടതാട്ടോ. ഞങ്ങൾ പോലീസിന് രണ്ടപ്പോൾ നേരെ അമ്മൂട്ടിനെ ഇറക്കിയിട്ട് അവിടെ ഹെൽമെറ്റൊക്കെ വെക്കാൻ വലിയ സ്റ്റൈലിൽ വന്നതാ. പുറത്തേക്ക് ഇറക്കിയിട്ട് എഴുണ്ട് സുഖമായില്ലേ? പോലീസുകാരെന്ത് പറഞ്ഞു? ഭയങ്കര ഡാൻസേഴ്സ്. ഹായ് ടീച്ചറേ ഹായ് മൈ ഡിയർ. കൊറേ നാളെ കണ്ടിട്ട് എല്ലാവരും. കൊറേ പിള്ളേരുണ്ടല്ലോ അല്ലേ? ശരാ, നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഒരു ലോഡ് പിള്ളേർ പുറത്തുണ്ട്. 1500 രൂപ. ഹായ് പറഞ്ഞേ. ഹായ്, സുഖല്ലേ? ടീച്ചർ സിന്ധു ടീച്ചർ നന്നായി കളിച്ചോട്ടോ. നിങ്ങൾ വീഡിയോ എടുക്കുന്നു അല്ലേ? മുദ്ര തെറ്റി ടീച്ചർ. വെറുതെ കുട്ടിക്കൊന്നും മനസ്സിലായില്ല. കുട്ടി അവിടെ വെറുതെ കേട്ടാ ടീച്ചർ കളിച്ചോട്. അവസാനം ടീച്ചറോട് ഞാൻ പിടിച്ച് കുട്ടി പിടിച്ചോളാം. എല്ലാം കിട്ടി. അവിടെ നിൽക്കലായിട്ട് നല്ല അറിയോടെ എല്ലാം കിട്ടിയിട്ടൊക്കെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ടീം ഒരു പഠിക്കാത്ത ടീം. പഠിച്ചു കഴിഞ്ഞിട്ട് പഠിക്കാത്ത പിള്ളേരോട് മടി പിടിച്ചിട്ട് ഡാൻസ് നിർത്തിന്ന് പറഞ്ഞിരിക്കുന്ന ലിവിയ. മടി പിടിച്ചിരിക്കുന്ന എന്നിട്ട് വയ്യ എന്നുള്ള പേരും നിർത്തിയില്ലേടി നീ ഡാൻസ്? കല എന്നിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ വരും എൻ്റെ വയ്യ മാറിയിട്ടാന്ന് പറഞ്ഞിട്ട്. ശരിക്കും അടിക്കേ
മറ്റേ ലൈറ്റും കൂടി ഇട്ട് വായുവാ. ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ജ്യൂസില്ലേ, അത് മുട്ടി ഇങ്ങനെ പോപ്സ്റ്റിക്സ് എന്താ പറയുക, എന്തോ സംഭവമാണ്. അപ്പൊ ഐസ്ക്രീം ഉണ്ടാക്കിയത് തന്നെ. നമുക്കിത് നോക്കാം. ഇതൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം എടുക്കാനേ. ഇത് ഡബിൾ ലെയർ ആണ്. അടിയിൽ മറ്റേ നമ്മുടെ ടാങ്ക് കലക്കി ഒഴിച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിലൊന്നല്ല, പച്ചവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്ക്. അയ്യാ മോൻ തോക്ക്. ഐസ്ക്രീം പാവിനില്ലല്ലോ. ഐസ്ക്രീം പാവിൻ്റെ ഇന്നലെ കഴിച്ചില്ലേ? ഒന്ന കഴിച്ച. ഇങ്ങനെ എടുത്താ എങ്ങനെ കിട്ടാ? അതെ, കുറച്ചു നേരം വെള്ളത്തിൽ മുക്കിയൊക്കെ. ഓക്കെ, എടുത്തോളൂ. ഇവ ഡ്രസ്സിൽ കളയെടുത്തിട്ട് പോയോ? ഓക്കെ, എങ്ങനെയുണ്ട്? പൊളി. അടിപൊളിയായിണ്ടാ? എനിക്ക് മാത്രം തന്നെ യോഗയില് ഗൈസ്. അത് ഓരോ ദിവസം ഓരോന്ന് വെച്ച് കഴിച്ചാൽ മതി. അങ്ങനെ ഇട്ട് വായുമ്പോ പൊളി, സൂപ്പർ. ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വന്നിട്ട് ക്ഷീണം മാറ്റാൻ വേണ്ടി ഐസ്ക്രീം തിന്നുന്ന പറയുമ്പോ കൊതിയാവുന്നു. ഇന്നിപ്പോൾ ആദ്യമായിട്ടാണല്ലേ നമ്മളൊരു വോയിസ് ഓവർ കൊടുത്തിട്ട് വരുന്നത്. എൻ്റെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിലുള്ളൂ. അതിൽ ഏറ്റവും വലിയൊരു ഭാഗമാണ് ഈ ഡാൻസ് പഠനം എന്ന് പറയുന്നത്. കറണ്ട് പോയി, ഇൻവെർട്ടർ അടിച്ചു പോയി, നല്ല അസൽ ഇടിവെട്ടായിരുന്നു. മഴ വലിയ ശക്തി ഉണ്ടായില്ല, എന്നാലും പഴുത്തു. പക്ഷെ ഇൻവെർട്ടർ അടിച്ചു പോയി. ഫാൻസി ലൈറ്റ് ഉണ്ടാകുന്നത് അതോടെ അടിച്ചു പോയി. ഇവിടെ ആകെ ഇവിടെ കൊല്ലം ആകെ റിപ്പയറാണ്. ടി വി കേടായി, ഫ്രിഡ്ജ് കേടായി, വാഷിംഗ് മെഷീൻ കേടായി. ഓരോന്നോരോന്ന് നന്നാക്കുമ്പോൾ ഓരോന്നോരോന്ന് കേടാവും. അതിന് മുന്നേ ഫസ്റ്റ് ഇൻവെർട്ടറാണ് കേട്ടോ കേടായിട്ടുണ്ടാകുന്നത്. പിന്നെ അത് നന്നാക്കി, അത് കഴിഞ്ഞിട്ട് വാഷിംഗ് മെഷീൻ കേടായി, അത് നന്നാക്കി. AC അത് ഇതുവരെ നന്നാക്കിയിട്ടില്ല. ടി വി നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്, ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം അതാ വീണ്ടും ഇൻവെർട്ടർ പോയി. അപ്പൊ മൊത്തത്തിൽ ആകെ എന്താ പറയാ, ആകെ മൊത്തം ജഗപ്പൊക്കെയാണ്. ഇക്കൊല്ലം 2024 ഉണ്ടല്ലോ, 2024 എന്ന് പറയുന്നത് ഒരു നശിച്ച കൊല്ലമാണ് കേട്ടോ. സത്യം പറയാം, ഒരു നശിച്ച കൊല്ലം എന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തികെട്ടൊരു വർഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ 2024 കുറ്റം പറഞ്ഞ് ഞാൻ സമാധാനപ്പെട്ടു കേട്ടോ. അല്ലാണ്ട് ഇപ്പം നമ്മൾ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ലല്ലോ. കുറച്ച് നേരം പുറത്തൊക്കെ നടന്ന് പിള്ളേർക്കും രണ്ടുപേർക്കും ബോറടിച്ച് തുടങ്ങി. കാരണം കറണ്ടും ഇല്ല, മൊബൈലിൽ ഒന്നിലും ചാർജും ഇല്ല. അപ്പം മൊബൈൽ കാണാനും പറ്റില്ല, ഒന്നിനും പറ്റാണ്ടായപ്പോൾ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു 6:30 6:45 ആയപ്പോഴാണ് കേട്ടോ കറണ്ട് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം വിളക്ക് വെച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ വിളക്ക് വെക്കാനിരിക്കുന്നതാണ് പായുമ്പോൾ ഞാൻ അതിനിടയ്ക്ക് ചക്ക വരട്ടാന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നാളെ ചക്ക നമ്മൾ നന്നാക്കി ഇന്നലെ ഇട്ടുണ്ടായിരുന്നില്ലേ വീഡിയോ. അപ്പോൾ അതിൻ്റെ ചക്കയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ അത് അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വരട്ടി സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. എനിക്ക് മാത്രമല്ല പിള്ളേർക്കാണെങ്കിലും അത് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്തിരി മെനക്കെട്ട പണിയാണെങ്കിൽ കൂടിയിട്ട് അത് ചെയ്ത് വെക്കുന്നത് കേട്ടോ.
ഇടയ്ക്കിടെ 6 പടിയുണ്ട്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും. ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. അപ്പം ചക്കയുടെ പരിപാടി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്, ഫിനിഷിങ് സ്റ്റേജിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നെയ്യ് അധികം ചേർക്കാണ്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ അതിനൊരു യെല്ലോ കളർ കൂടുതലായിരുന്നു. ഓരോ ശർക്കരയുടെ കളറിനനുസരിച്ചിരിക്കും കേട്ടോ നമ്മുടെ ഈ ചക്കയുടെ കളറെന്നും പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഇതാ നമ്മുടെ പഠനം ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ സാധാരണഗതിയിൽ ഇവർ രണ്ടാളെയും അടിക്കാറില്ല കേട്ടോ, പഠിക്കേണ്ട കാര്യത്തിന് അടിക്കാറില്ല. പറയും, നല്ല ചീത്ത പറയും, നല്ല കണ്ണുകൂട്ടണ ചീത്ത പറയും. അങ്ങനെ തന്നെയാണ് കേട്ടോ പഠിപ്പിക്കാറുള്ളത്. പണ്ടൊക്കെ അമ്മൂട്ടിക്ക് നല്ല അടി എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയോടന്നു. പിന്നെ എനിക്ക് തന്നെ ഒരു ബോധോദയം വന്നു തുടങ്ങി, എന്തിനാണ് ഞാൻ ഈ കിടാവിനെ ഇങ്ങനെ പിടിച്ചടിക്കണത്. പായുനും ചെറിയ രീതിയിലൊക്കെ കിട്ടിയിട്ടുള്ളൂ. പായുന് പക്ഷേ അമ്മൂന് കിട്ടിയ അത്രയ്ക്ക് പായുന് അടി കിട്ടിയിട്ടില്ല. ഞാനൊരു വലിയൊരു ഇതായിട്ട് പറയണ കാര്യമല്ല അത്. പിന്നെ എനിക്കൊരു ബോധോദയം വന്നപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി, ഉപേക്ഷിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മൂട്ടി 8ലേക്കാണ്, ഈ 10ലേക്ക് എത്താൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഏറ്റവും ടഫായിട്ടുള്ളൊരു ക്ലാസ് എന്ന് പറയുന്നതാണ് CBSE 8th എന്ന് പറയുന്നത്. അപ്പം നമ്മളത് സൂക്ഷിച്ചില്ല, അവളത് പഠിച്ചില്ല എന്ന് വെച്ചാൽ അമ്മൂട്ടിക്ക് ഇങ്ങനെ സ്ക്രൂ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം, സ്വന്തമായിട്ട് പഠിക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളമ്മമാരെ എപ്പോഴും, ഇപ്പം എന്നെയാണെങ്കിലും നിങ്ങളെ ആണെങ്കിലൊക്കെ അമ്മമാർ ഇങ്ങനെ സ്ക്രൂ ചെയ്തിട്ടുണ്ടാവും, പഠിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോഴാണ് നമ്മൾ പഠിക്കാനിരിക്കുള്ളൂ. സെയിം സാധനം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം നല്ല അടിയുണ്ട കയ്യിൽ നിന്ന് കിട്ടും, അത് സൂക്ഷിച്ചിട്ട് വേണം പഠിക്കാനിരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ സൂക്ഷ്മത കുറവായിട്ട് ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവരോട് രണ്ടാളോടും എപ്പോഴും പറയുന്ന ഒരു കാര്യം, പഠിക്കണം. പഠിച്ച് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട്, നമുക്ക് ഭാവിയിലേക്ക് അത് യൂസ്ഫുള്ളാണ്. നമ്മൾ പഠിച്ചതൊരിക്കലും വേസ്റ്റായി പോണില്ലല്ലോ അത്. അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലൊക്കെ അടിമകളായിട്ട് ജീവിക്കേണ്ടി വരുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ. സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് 1 രൂപ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനും കൂടുതൽ വലുതായിട്ടൊന്നുമില്ല. ഞാൻ ആകെ പറയുന്ന ഒരു കാര്യം അവരോട്, പഠിച്ചൊരു ജോലി നേടാം, ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യണ്ട, ഒരാളെയും ആശ്രയിക്കേണ്ട. എപ്പോഴും ഞാൻ പറഞ്ഞ സ്ഥിരമായിട്ട് പറഞ്ഞൊരു ഡയലോഗാണ്, അമ്മ അനുഭവിക്കുന്നത് കാണണ്ടല്ലോ, എൻ്റെ മക്കളും കൂടെ അത് അനുഭവിക്കാൻ നിൽക്കരുതെന്ന് ഞാൻ എപ്പോഴും സ്ഥിരം പറയുന്ന ഡയലോഗാണ് കേട്ടോ. അപ്പം നവനീതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബിന്ദി കാണിച്ചത് കേട്ടോ. കാരണം നവനീത് എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പൊട്ടിട്ടിട്ടില്ലെങ്കിൽ വന്ന് പറഞ്ഞേക്കാം ബിന്ദി ഇല്ല എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ബിന്ദി ഇത് അവിടെ കാണിച്ചിട്ടുണ്ട്. ആളെനിക്ക് തോന്നുന്നു ഒരു കന്നഡക്കാരനാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഇൻസ്റ്റയിലും ആൾ ഫോളോ ചെയ്യണ കാരണമാണ് എനിക്കതിനൊരു ഡൗട്ട്. എനിക്കറിയില്ല. നവനീതിന് എന്തായാലും എൻ്റെ ഒരു ബിഗ് ഹായ് കേട്ടോ. കുറേ ഇങ്ങനെ റീൽസൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോറിക്ക് ഇടുന്നതൊക്കെ കാണാറുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. അതിനെ ഞാൻ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തില്ല. ഞാനങ്ങനെ വല്ലാണ്ട് പിള്ളേരെ ടോർച്ചർ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. ഞാൻ ആകെ കുറച്ച് വിഷയങ്ങൾ കൊടുക്കും. ചിലപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ 1-2 വിഷയങ്ങൾ കൊടുത്തിട്ട് അത് പഠിക്കാൻ പറയും, അത്രയേ ഉള്ളൂ. അതിലും ഒരു പാഠം മൊത്തമൊന്നുമല്ല, ആകെ 2-3-4 ക്വസ്റ്റ്യനൊക്കെ പഠിക്കാൻ പറയുള്ളൂ. അതുപോലും പഠിക്കാണ്ട് അതിങ്ങനെ സ്ലോ ആക്കി കൊണ്ടുപോകുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരാം സത്യത്തിൽ. നമ്മളങ്ങനെ വല്ലാണ്ട് കുറേ കൂടുതൽ കൊടുത്ത് പിള്ളേരെ ബുദ്ധിമുട്ടിപ്പിച്ച് പഠിപ്പിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ പായുവിനൊക്കെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ വിനീത തിരുനിലത്തിൽ തന്നെയാണ് തോന്നുന്നുണ്ട് അല്ലേ വീട്ടും പേര് വരുന്നത്. വിനീത ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തിനാ അമ്മൂട്ടീനെ ട്യൂഷന് വിടുന്നത് എന്ന്. സത്യമായിട്ടും എനിക്ക് ഭയങ്കര പ്രഷറാണ് കേട്ടോ. അവരെ പഠിപ്പിക്കാനിരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രഷറായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എത്ര ടെൻഷൻ അനുഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് ഈ ഒരു കാര്യത്തിലായിരിക്കും. കാരണം ഇവർക്ക് എല്ലാ മാസവും എക്സാം ഉണ്ട്. ഓരോ പോർഷൻസ് വെച്ചിട്ടാണ് എക്സാം. ആ പോർഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് സ്റ്റേറ്റ് സിലബസിലെ
പോലെയല്ല CBSEയിൽ. ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് അടിച്ചു പൊറുക്കുക തന്നെ വേണം. പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ബോധവും വേണം, ഇത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ബോധവും വേണമല്ലോ. അപ്പോൾ 8ാം ക്ലാസ്സിലേക്കൊക്കെ ആയപ്പോൾ എനിക്ക് അമ്മൂട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഓൾറെഡി 7ാം ക്ലാസ്സിലാണെങ്കിലും എനിക്ക് അവളുടെ ഇംഗ്ലീഷൊക്കെ ഭയങ്കര ടഫായിരുന്നു. നമ്മൾ ഇംഗ്ലീഷ് ഒന്നും അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളല്ലല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. അതുപോലെ ഹിന്ദി ആണെങ്കിൽ, ഹിന്ദിയൊക്കെ സാധാ ഹിന്ദിയൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവരെ ഇംഗ്ലീഷൊക്കെ ഭയങ്കര ടഫ്, എനിക്കത് തീരെ ഹാൻഡിൽ ചെയ്യാനേ പറ്റില്ല. മാത്സ് ഞാനൊരുവിധം കൈകാര്യം ചെയ്ത് വിടും, പക്ഷേ എനിക്ക് മറ്റുള്ളത് എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, എനിക്ക് അവളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടായതിൻ്റെ പേരിലാണ് ഞാൻ ട്യൂഷൻ ഏർപ്പെടുത്തിയത് കേട്ടോ ഇപ്രാവശ്യം. പിന്നെ ഇതേപോലെ ഇങ്ങനെ കുത്തിയിരിക്കണം. ഇപ്പം ഈ ഒരു എന്താ പറയുക കസേരയുമ്പോൾ ഞാനിങ്ങനെ ഇരിക്കണില്ലേ, ഞാനിവിടെ നിന്ന് എണീറ്റിട്ടുണ്ടെങ്കിൽ 2 ആളും എൻ്റെ പിന്നാലെ ഓടിപ്പോരും. ഞാൻ അവിടെ വന്ന് ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു 2 ആൾ അവിടെ ഇരുന്ന് പഠിക്കുകയുള്ളൂ. ആ 2 ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സംബന്ധിച്ച് ഞാനത് വലിയ ഒരു എനിക്കറിയില്ല, നമ്മൾ സഹിക്കണേൻ്റെ ഏറ്റവും വലിയ അങ്ങേയറ്റാന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ആ ഒരു കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വൈകുന്നേരത്തേക്ക് എനിക്ക് കഴിക്കാനുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ഇത്രയും ഒരു കറിയും ഈ ഒരു സലാഡുമാണ്. 7:15 7 മണിക്ക് മുന്നായിട്ട് ഫുഡ് കഴിച്ച് നിർത്തേണ്ടതാണ്. പക്ഷേ ഞാനൊരുവിധമൊക്കെ ഈ ടൈം ആവും ഫുഡ് കഴിച്ച് നിർത്തുന്നത്, അതായത് ഒരു 7:30 ആവും എൻ്റെ ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ പയർ കൂട്ടാനും നമ്മുടെ സലാഡും കഴിച്ച് ഇന്നത്തെ എൻ്റെ ഡിന്നർ ഇവിടെ അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ ഡയറ്റിങ്ങിലാണെന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 7 ദിവസമായിട്ടുണ്ട്. 7 ദിവസം കൊണ്ടൊരു 2 കിലോയുടെ അടുത്തേക്കൊക്കെ ഒരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എനിക്കിത് യൂസ്ഫുള്ളാണ്, അല്ലെങ്കിൽ എനിക്കത് എഫക്റ്റീവായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ചക്കവരട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ 2 പേരും എടുത്തുകൊണ്ട് വന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.